ഷാഹിന ഇ.കെയുടെ അനന്തപത്മനാഭൻ്റെ കുതിരകൾ എന്ന പ്രഥമ കഥാസമാഹാരത്തിലെ ഒരു കഥാഭാഗമാണ് ചിത്രകാരി. ഒരു വിവാഹം സ്ത്രീജീവിത സ്വാതന്ത്ര്യത്തിന് മേൽ ഏൽപ്പിക്കുന്ന ചട്ടക്കൂടാണെന്ന് ഈ പാഠഭാഗം വിളിച്ചോതുന്നു. വിവാഹത്തിന് മുന്നേ ചിത്രം കൊണ്ട് വീട് നിറച്ചവൾ, ചിത്രരചനയെ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചവൾ ഫിസയാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. വിവാഹം കഴിയുന്നതോടെ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെ മാറിമറിയുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കഥ. ഫിസയുടെ കൈകളെ ദൈവം തൊട്ടു കൈവിരലുകൾ എന്ന് ആർട്ടിസ്റ്റ് മാധവൻ പ്രശംസിച്ചത് വലിയൊരു അംഗീകാരമായിരുന്നു. ഒരു ബിസിനസ്സുകാരനായ ഹാഫിസിൻ്റെ ഭാര്യ പദവിയിലേക്ക് വന്നതോടെ അവളുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ചങ്ങല വീണു. വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. കുട്ടികളെ നോക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന തലത്തിലേക്ക് അവളുടെ ജീവിതം ഒതുക്കപ്പെട്ടു. ചിത്രകല എന്ന കഴിവിനെ പരിപോഷിപ്പിക്കുവാനും അതിലൂടെ സന്തോഷം കണ്ടെത്താനാണ് ഫിദ എന്ന കഥാപാത്രത്തിന് സാധിക്കുന്നില്ല. താൻ ഏറെ ആസ്വദിച്ച് ചെയ്തിരുന്ന തൻ്റെ ചിത്രരചന ഇപ്പോൾ ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും പരിഹാസപാത്രമാണ്. ജന്മസിദ്ധമായി ഫിസയ്ക്ക് ലഭിച്ച ചിത്രരചന എന്ന കല അവൾക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് മുൻപ് തന്നെ ഹാഫിസിനോടും വീട്ടുകാരോടും ചിത്രരചനയെക്കുറിച്ച് അവൾ പറഞ്ഞത്. ചിത്രരചന എന്നാൽ 4-5 വരയും കുറിയുമെന്ന് ധരിച്ച് ഭർത്താവിൻ്റെ പരിഹാസത്തിന് മൗനം പാലിക്കുന്ന ഫിസ. മൗനം കൊണ്ട് പ്രതിരോധിക്കുന്ന പെൺകുട്ടിയാണ് ഫിസ. ആരോടും മറുത്തു പറയാതെ അവൾ സ്വയം തീർക്കുന്ന ഒരു പ്രതിരോധം സത്യത്തിൽ അവളുടെ ഭർത്താവിന് അസഹനീയമാണ്. വീട്ടുജോലികളിൽ ഒഴിവുകഴിവുകളിൽ പതറാതെ മുഴുവൻ ജോലികൾ തീർത്തതിനു ശേഷമാണ് അവൾ ചിത്രരചനയിൽ മുഴുകാറ്. ഉത്തമയായ ഒരു കുടുംബിനിയായാണ് ഫിസയെ കഥാകൃത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. വിവാഹശേഷം പെൺകുട്ടികൾ അവളുടെ ഉള്ളിലുള്ള എല്ലാ സർഗാത്മക കഴിവുകളും മനസ്സിൽ ശവക്കുഴിയിട്ട് മൂടേണ്ടി വരുന്നത് ഫിദ എന്ന പെൺകുട്ടിയുടെ മാത്രം വിദ്യയാവുന്നില്ല. സ്വാതന്ത്ര്യത്തിനും അസ്വാതന്ത്ര്യത്തിനുമിടയിൽ പെട്ടുപോകുന്ന ഫിസയെപ്പോലെ ഒത്തിരി ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കെല്ലാം വേണ്ടി തൂലിക ചലിപ്പിക്കുകയാണ് ഷാഹിന എന്ന കഥാകൃത്ത്.